ജമ്മു കശ്മീരിലെ കത്വയിൽ നിന്ന് ലോക്കോ പൈലറ്റ് ഇല്ലാതെ ചരക്ക് ട്രെയിൻ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു. കത്വ സ്റ്റേഷനിൽ നിന്നും പഞ്ചാബിലെ ഉച്ചി ബസ്സി വരെയാണ് 53 ബോഗികളുള്ള ചരക്ക് ട്രെയിൻ ഓടിയത്. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത്തിലാണ് ട്രെയിൻ ഓടിയതെന്നാണ് വിവരം. ജമ്മു ഡിവിഷണൽ ട്രാഫിക് മാനേജർ അന്വേഷണം തുടങ്ങി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് നൽകും കൂടുതൽ വിവരങ്ങൾ. അച്യുതൻ, എന്താണ് ഈ സംഭവം? ഇത് തനിയെ ഒരു ട്രെയിൻ ഓടുക, അതും 80 കിലോമീറ്റർ വേഗത്തിൽ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് അത് എത്തുകയും ചെയ്തു. ഈ ട്രെയിൻ പിന്നെ എങ്ങനെയാണ് നിന്നത്? പ്രജിൻ, എടുത്തു പറയേണ്ടത് ഒരു വൻ ദുരന്തം ഒഴിവായി എന്നുള്ളതാണ്. കാരണം ഈ ജമ്മു കാശ്മീരിലെ കത്വയിൽ നിന്നും ഈ ട്രെയിൻ പഞ്ചാബിലെ ഉച്ചി ബസ്സി വരെയാണ് സഞ്ചരിച്ചത്. അതും ലോക്കോ പൈലറ്റ് ഇല്ലാതെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് ആ ട്രെയിൻ സഞ്ചരിച്ചത്. 80 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് വരുന്നത്. 53 ബോഗികൾ ട്രെയിനിലുണ്ടായിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂറിന് മുകളിൽ ആയിരുന്നു ഈ ട്രെയിൻ സഞ്ചരിച്ച ഈ പഞ്ചാബിലെ ഉച്ചി ബസ്സി വരെ എത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഈ ട്രെയിനിൻ്റെ വേഗത അത് 80 കിലോമീറ്ററിന് മുകളിലായിരുന്നത് കൊണ്ട് തന്നെ ഇത് ട്രെയിൻ നിർത്തുവാനുള്ള ഒരു ശ്രമം ആ സമയങ്ങളിൽ നടന്നിരുന്നില്ല. എന്നാൽ പഞ്ചാബിലെ ഉച്ചി ബസ്സിലെത്തിയപ്പോൾ ഈ ട്രെയിനിനെ നിയന്ത്രണ വിധേയമാക്കുവാനും ഒപ്പം തന്നെ ഇതിനെ അവിടെ നിർത്തുവാനും സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു വൻ ദുരന്തം ഒഴിവാക്കാൻ പ്രധാനമായും ഇടയായത്. എന്തായാലും ഈ അനാസ്ഥയ്ക്ക് പിന്നിൽ ആര് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കണ്ടെത്താനായി ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി എന്തുകൊണ്ടാണ് ഈ ട്രെയിൻ ഇത്തരത്തിൽ സഞ്ചരിക്കാനിടയായത് എന്നുള്ളത് അടക്കമുള്ള വിശദീകരണങ്ങൾ റെയിൽവേ തന്നെ പുറത്തുവിടുന്നതായിരിക്കും. നിലവിൽ ഈ പട്ടാൻകോട്ട് ഭാഗത്തേക്കുള്ള ചരിവ് മൂലമാണ്, റെയിൽവേ ട്രാക്കിലെ ചരിവ് മൂലമാണ് ഈ ട്രെയിൻ അവിടെ നിന്ന് സഞ്ചരിച്ചു തുടങ്ങിയത്. തുടർന്നായിരുന്നു പഞ്ചാബിലെ ഉച്ചി ബസ് വരെ ഈ ട്രെയിൻ ലോക്കോ പൈലറ്റ് ഇല്ലാതെ സഞ്ചരിച്ചത്. പ്രജൻ, ശരി. ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്.